എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ABIN CHRISTY TITUS. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിളിൽ ചെന്നിട്ട് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് സെർച്ച് ചെയ്യാം. അതിൽ നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സൈഡിലായിട്ട് ലോഗിൻ രജിസ്റ്റർ എന്ന് പറഞ്ഞ് നമുക്ക് 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നമ്മൾ രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫുൾ നെയിം, ഇമെയിൽ ID, പുതിയൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ സൈൻ അപ്പ് ചെയ്യുന്നു. സൈൻ അപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ IDയിൽ ഒരു ലിങ്ക്, വെരിഫിക്കേഷൻ ലിങ്ക് വന്നിട്ടുണ്ടാവും. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് പ്രൊഫൈൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുള്ളൂ. ഞാൻ ഓൾറെഡി ഇതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് ഞാൻ ലോഗിൻ ചെയ്യാൻ പോവാണ്. നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി ആ ഒരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഇമെയിൽ ID, പാസ്വേഡ് അടിച്ച് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ID വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു. പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് അപ്ലൈ നൗ ഫോർ വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു വിൻഡോ വരും. ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്കാണോ, ഗ്രൂപ്പായിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയാണോ, അങ്ങനത്തെ കാര്യങ്ങൾ ഏതാണെന്ന് വെച്ച് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ പേഴ്സണൽ അച്ചീവ്മെൻറ്റിന് വേണ്ടിയാണോ, ബ്രാൻഡ് അവയർനെസ്സിന് വേണ്ടിയാണോ, ഫൗണ്ടറൈസേഷൻ ആണോ എന്നും കൂടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. സാധാരണ നോർമലായിട്ട് നമ്മുടെ അച്ചീവ്മെൻറ്റിന്, പേഴ്സണൽ അച്ചീവ്മെൻറ്റിനാണ് ചെയ്യാറ്. ഇവിടെ നമ്മൾ കാൻഡിഡേറ്റിൻ്റെ നെയിമാണ് എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ കാൻഡിഡേറ്റിൻ്റെ പേരൻസിൻ്റെ നെയിം, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എൻ്റർ ചെയ്യണം. പിന്നെ നമ്മൾ നമ്മുടെ അറ്റംപ്റ്റിൻ്റെ പറ്റിയാണ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അറ്റംപ്റ്റ് ഡേറ്റ്, എന്നാണ് അറ്റംപ്റ്റ് ചെയ്ത ദിവസം, ഈ ചെയ്യാൻ പോകുന്ന ദിവസം. പിന്നെ നമ്മൾ ആ ഒരു അറ്റംപ്റ്റിന് ഒരു റെക്കോർഡ് ടൈറ്റിൽ കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗാലറി ചെന്നാൽ, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഗാലറി ചെന്നാൽ നമുക്ക് ഫുൾ എക്സാമ്പിൾസ് കാണാൻ പറ്റും എങ്ങനെയാണ് റെക്കോർഡ് ടൈറ്റിൽ വരുന്നതെന്ന്. ദെൻ എസ്റ്റിമേറ്റ് റിസൾട്ട് എന്ന് വെച്ചാൽ ഫൈനൽ റിസൾട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് എത്ര സൈസ് ഉള്ളതാണ്, എത്ര വലുതാണെന്നുള്ളതിൻ്റെ സൈസ്, കൃത്യമായിട്ട് അളവ് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു ടൈം വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ടൈം, എത്ര ടൈം എടുത്തെന്ന് കൂടെ എൻ്റർ ചെയ്യുക. അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ് എസ്റ്റിമേറ്റ് റിസൾട്ട്സിൽ എഴുതേണ്ടത്. പിന്നെയുള്ളൊരു ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റംപ്റ്റിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ബോക്സാണ്. പിന്നെയുള്ളൊരു ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റംപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടാഗുകൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ബോക്സാണ്. പക്ഷെ നമുക്കതൊരു നിർബന്ധമായിട്ടുള്ളൊരു ബോക്സ് അല്ല, നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ അഡ്രസ്സാണ്. അഡ്രസ്സ് എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ അച്ചീവ് ചെയ്തതിന് ശേഷം അഡ്രസ്സ് കൊടുക്കേണ്ടത് വരും. എന്നാൽ ഇപ്പോഴും അഡ്രസ്സ് ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യുക. നമ്മുടെ കൺട്രി എൻ്റർ ചെയ്യുക, നമ്മുടെ സ്റ്റേറ്റ് എൻ്റർ ചെയ്യുക, സിറ്റി, പിൻകോഡ് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടിക്ക് മാർക്കും കൂടെ ചെയ്താൽ നമുക്ക് സബ്മിറ്റ് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് സബ്മിറ്റ് ആപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് മൈ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡാഷ്ബോർഡ് നോക്കിയാൽ ഇവിടെ അപ്രൂവ് ചെയ്യുന്നതെല്ലാം അപ്രൂവ്ഡ് എന്ന് പറയുന്ന ബോക്സ് വരും. റിവ്യൂ ചെയ്യാൻ കിടക്കുന്നതാണെങ്കിൽ അണ്ടർ റിവ്യൂവിൽ വന്ന് കിടക്കും. പിന്നെ ഇവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. സൂപ്പർ ടാലൻറ്റഡ് കിഡ്സിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള റെക്കോർഡുകളാണ്. പിന്നെ വുമൻസിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള റെക്കോർഡ്സ്, പിന്നെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള റെക്കോർഡ്സാണ് വേറെ സെക്ഷനായിട്ട് വരുന്നത്. പിന്നെ അപ്രൂവ്ഡ്, അണ്ടർ റിവ്യൂവിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ IBR 4545 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ IDയിൽ എനിക്ക് റെക്കോർഡ് കൺഫേം ആയിട്ടുള്ള, അപ്രൂവ് ആയിട്ടുള്ള ഒരു ബോക്സാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സ്റ്റാറ്റസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. റിവ്യൂ ചെയ്യുന്നതിന് അനുബന്ധമായിട്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽസ്, അതുപോലെ വിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സ്, എനിക്ക് തോന്നുന്നു 3 PDF ഫയൽസ് നമ്മൾ ഫില്ല് ചെയ്ത് അവർക്ക് തിരിച്ച് മെയിൽ ചെയ്യേണ്ട ആവശ്യം വരും. അതിനുശേഷം അവർ ഓക്കെ ആണെന്ന് തോന്നിയാൽ അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. വീഡിയോസ് അപ്ലോഡ് ചെയ്ത് എല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് അപ്രൂവേഷൻ കിട്ടുന്നതാണ്. റെക്കോർഡ് അപ്രൂവ് ചെയ്താൽ നമുക്ക് അച്ചീവ്സ് പാക്കിന് വേണ്ടി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പോലെ തന്നെ ഇതിലും പേയ്മെൻറ്റ് ചെയ്യണം. പക്ഷേ 5, 6, 7 ആ ഒരു റേഞ്ചിലാണ്
പേയ്മെൻറ്റ് വരുന്നത്. ഇത് നിങ്ങൾ പേയ്മെൻറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. ഇത്രയാണ് പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ കാര്യങ്ങൾ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതും കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വാട്സപ്പ് നമ്പർ കോളിങ്ങിന് എനേബിൾഡ് ആയിരിക്കില്ല, വാട്സപ്പ് മെസ്സേജസിന് മാത്രമായിരിക്കും എനേബിൾ ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.